നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ കൂൺ ഉണ്ടാക്കിയെടുക്കാമെന്നതിനെ കുറിച്ചാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു പാക്കറ്റ് കൂൺ വിത്താണ്. ഇത് കടയിൽ നിന്ന് നമുക്ക് 60 രൂപ വിലയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മൾ കൂൺ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വൈക്കോലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് ഒരുപാട് നേരം ആവിയിലൊക്കെ പുഴുങ്ങിയെടുത്താണ് ചെയ്യാറുണ്ടായിരുന്നത്. ഇപ്പം നമുക്കതിനായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത കടയിൽ നിന്ന് കിട്ടുന്ന ചകിരിച്ചോറാണ് നമ്മൾ അതിനായിട്ട് എടുക്കുന്നത്. ഇത് നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കൊണ്ട് വന്ന 5 കിലോയുടെ ചകിരിച്ചോറിൻ്റെ പാക്കറ്റിൽ നിന്ന് 1/4 ഭാഗം മുറിച്ചെടുത്ത് തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ വെള്ളം വലിയാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വിതറിയിടാം. കൂൺ വിത്ത് നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതിനായിട്ട് നമ്മൾ എടുക്കുന്ന പാത്രം എല്ലാം നന്നായിട്ട് സോപ്പിട്ട് വൃത്തിയായിട്ട് കഴുകണം. കഴുകിയ ശേഷം മാത്രമാണ് ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൂൺ വിത്ത്. ഇതിപ്പോൾ നമ്മുടെ ചകിരിച്ചോറ് പാകത്തിനായിട്ടുണ്ട്. കവറിൽ നിറയ്ക്കാറായിട്ടുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിങ്ങനെ പിഴിയുന്ന സമയത്ത് വെള്ളം ഒട്ടും പാടില്ല. ആ ഒരു പാകത്തിന് വേണം. ഇനി ഇത് നമുക്ക് കവറിലേക്ക് നിറയ്ക്കാം. വിത്ത് നിറയ്ക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു കവർ ആവശ്യമുണ്ട്. ഈ കവറിൻ്റെ ചുവട് ഭാഗം നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് മുറുക്കെ കെട്ടി വയ്ക്കും. ഇനി ഇത് ഉള്ളിലേക്കാക്കി കൊടുക്കും. ഇപ്പോൾ കെട്ടിയ വശം ഉൾഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ കൂൺ വിത്തിടുന്നത്. ഇതിൻ്റെ അടിയിലേക്ക് കുറച്ച് വിത്ത് വാരുന്നതാണ്. ചകിരിച്ചോറ് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ചകിരിച്ചോറ് എല്ലാവരും ഒന്ന് ഫില്ലായി വരുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ഒരു സൈഡ് വരി വേണ്ടിയിട്ട് കൊടുക്കാൻ. വീണ്ടും ഒരു ലെയറും കൂടെ ചകിരിച്ചോറ് ഇടണം. ഇത് നമുക്ക് 3 ലെയറായിട്ടാണ് ഇട്ടിടുന്നത്. വലിയൊരു ലെയറിലും കൂടെ ഇട്ടിടാം. ഇതിപ്പോൾ 3 ലെയറായിട്ട് നമ്മൾ നിറച്ചിട്ടുണ്ട് അവിടെ. ഇനി ബാക്കിയുള്ള വിത്ത് ഇതിന് പുറമെ കൊണ്ടുവരും.
ഇനി ഇത് നമുക്ക് നന്നായിട്ട് റബ്ബർ ബാൻഡിട്ട് നന്നായിട്ട് മുറിക്കാം. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ഹാളിൽ ഒഴിവായി കിടന്ന ഒരു ഷെൽഫിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ എന്നിട്ട് ഇത് ഒരു കറുത്ത തുണിയിട്ട് മൂടണം കേട്ടോ. 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇത് കവർ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്, മുളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബ്ലേഡ് വെച്ചിട്ട് താഴേക്ക് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് നമ്മൾ വെളിച്ചമുള്ള ഭാഗത്തേക്ക് മാറ്റിയിട്ടിട്ട് നമ്മൾ 3 നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഒരു 3 ദിവസമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പറിക്കാനായിട്ട് പാകത്തിനായിട്ടുണ്ട് കേട്ടോ കൂണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.